കുറച്ച് നാളുകളായി ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഒരു CCTV വീഡിയോ. കേരളത്തിലെ കൊല്ലം ജില്ലയിലുള്ള ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ജിന്ന് പ്രവേശിക്കുന്നതായാണ് വീഡിയോയുടെ കൂടെയുള്ള കുറിപ്പിൽ പറയുന്നത്. വീഡിയോയിൽ ഒരു രൂപം പള്ളിയുടെ ഗേറ്റ് തുറക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ വ്യക്തമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 2019 മാർച്ച് 18 തിങ്കളാഴ്ച രാത്രി 8:15 ഈ വീഡിയോ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ വീഡിയോയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം? ഓക്കെ ഗൈസ്, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എൻ്റെ പേര് അൽ അമീൻ. ഞാൻ ഒരുപാട് ഗോസ്പരമായിട്ടുള്ള, സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോസ് ഹണ്ടിങ് ആയിട്ടുള്ള വീഡിയോസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും വീഡിയോസ് എല്ലാം കാണുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ആദ്യം ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ആദ്യമായി നമുക്ക് ഈ വീഡിയോയിലെ ലൂപ്പ് ഹോൾസുകളൊന്ന് പരിശോധിക്കാം, അഥവാ പഴുതുകൾ. ഈ വീഡിയോ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് 2019 മാർച്ച് 18 തിങ്കളാഴ്ച രാത്രി 8:15 രാത്രി 8:15 എന്ന് പറയുമ്പോൾ മുസ്ലിം പള്ളികളിൽ സാധാരണ ഇഷാ നമസ്കാരത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് ഉറപ്പായും ഒരുപാട് ആളുകൾ കാണാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യനെയും അവിടെ കാണാൻ സാധിക്കത്തില്ല. അതാണ് ഈ വീഡിയോയിലെ ഫസ്റ്റ് ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടെ വന്ന കുറിപ്പിൽ കൊല്ലത്തുള്ള ഏതോ ജിന്ന് പള്ളിയാണെന്നാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ആ പള്ളിയിൽ ഉണ്ടാവാറുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത്, എഡിറ്റിംഗ് നല്ല വശമുള്ള ഒരു വ്യക്തി ഈ വിഷ്വൽസുകളെല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് എഡിറ്റ് ചെയ്തതാണിത്. അതുപോലെ തന്നെ ആ ഒരു ഗേറ്റ് തുറക്കുന്നത് ആരോ കയറ് വെച്ച് വലിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഗേറ്റ് തുറന്നതിന് ശേഷം, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ മാസ്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറയുമ്പോൾ ഈ ഗേറ്റ് തുറക്കുന്ന ആളെ നമുക്കാണെങ്കിൽ മാസ്ക് ചെയ്താൽ ആ ഗേറ്റ് തന്നെ തുറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്രിമമായ നാടകമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗായ്സ്, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ വാട്സാപ്പ് വഴിയോ എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങൾക്കാണെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് തരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതുപോലെ തന്നെ ഗായ്സ്, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉറപ്പായും കമൻറ്റ് രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്. ടേക്ക് കെയർ ഗായ്സ്, ബൈ.